ഷാഫി ഒരു വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കലാകാരനായിരുന്നു. അദ്ദേഹം മലയാളികളെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരുപാട് ചിത്രങ്ങളുടെ സംവിധായകനാണ്. ഞാൻ ഷാഫിയായിട്ട് വളരെ അടുത്തൊരു ഫ്രണ്ടാണ് ഞാൻ ഒരുമിച്ച് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും എൻ്റെ ഒരു നല്ല സുഹൃത്താണ്, എൻ്റെ ഒരു സഹോദരനെ പോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ ഒരു ആകസ്മികമാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഷാഫി ആരോഗ്യവാനായിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. പെട്ടെന്ന് അദ്ദേഹം 16-ാം തീയതി പെട്ടെന്ന് സീരിയസ് ആയി ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞത് മാധ്യമങ്ങളോട് അറിയുമ്പോഴാണ് നമ്മളാദ്യം ഒരു ഞെട്ടലോടെയാണ് വാർത്ത കേട്ടത്. പക്ഷേ ഷാഫി മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ഷാഫിയുടെ സിനിമകൾ നമുക്ക് എപ്പോഴും ഏത് കാലത്തും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. നമുക്കത് മറക്കാൻ കഴിയില്ല. മലയാളിക്കൊരു നഷ്ടമെന്ന് പറയുന്നത് നമുക്ക് ഓർത്തോർത്ത് ചിരിക്കാനും ചിന്തിക്കാനും പറ്റിയ സിനിമകൾ നൽകുന്ന പലരും നമ്മളെ വിട്ടുപിരിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഷാഫി. ഇതിനു മുമ്പ് സിദ്ദിഖ് നല്ല സിനിമകൾ നൽകിയ സിദ്ദിഖ് ആ കാലത്തിൽ നമ്മളെ വേർപിരിഞ്ഞു. അങ്ങനെ ഒരുപാട് നല്ല സംവിധായകർ, ഇത്തരം വ്യക്തികളുടെ നഷ്ടം എന്ന് പറയുന്നത് മലയാള സിനിമയെ സ്നേഹിക്കുന്നവർക്കും ഒരു വളരെ വേദന നൽകുന്നൊരു അനുഭവമാണ്. ഇതെല്ലാം വളരെ ചെറിയ പ്രായത്തിലാണ് അവരെല്ലാം വിട്ടുപോകുന്നുള്ളതാണ്. അവരിൽ നിന്ന് ഇനി ഒരുപാട് സിനിമകളും ഒരുപാട് നല്ല നല്ല കഥകളുമെല്ലാം നമുക്ക് കേൾക്കാനുണ്ടായിരുന്നു.